ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്, കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കമ്പ്യൂട്ടറിൻ്റെ എന്താ കമ്പ്യൂട്ടർ, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ബേസിക് കോൺഫിഗറേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ പറഞ്ഞത് പുതിയ യൂണിറ്റിലോട്ട് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചിട്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ചെറിയ സെമിനാർ നിങ്ങൾ അസൈൻമെൻറ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ നാളെ എന്തായാലും എന്ത് ചെയ്യുക, നാളെ എന്താ പറയുക, ഇന്ന് വൈകിട്ട് എന്ത് ചെയ്യുക, രാത്രി മുമ്പേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അത് നോർമലി പിന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അവിടെ ലേറ്റ് എന്ന് എഴുതി കാണിക്കുള്ളൂ. അപ്പോൾ മറക്കണം എന്ത് ചെയ്യുക, പെട്ടെന്ന് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുക. നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, പുതിയ യൂണിറ്റാണ്. ആ യൂണിറ്റിൽ മെയിനായിട്ട് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, അതിൻ്റെ കാര്യങ്ങൾ പറയുന്ന യൂണിറ്റാണ്. അതായത് IO ഡിവൈസസ് കുറിച്ചിട്ട് മനസ്സിലാക്കി തരുന്ന യൂണിറ്റാണ് 4th യൂണിറ്റ്. ഫസ്റ്റ് നമുക്ക് എന്താണ്, നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും എന്താണ് IO ഡിവൈസസ് എന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് ഞാൻ പറയാം. IO device എന്ന് പറഞ്ഞാൽ an IO device is an input or output device which any hardware used by human or other system to communicate with a computer. IO device എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാർഡ്വെയർ ഡിവൈസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ ഹ്യൂമൻ ടു കമ്പ്യൂട്ടർ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടു ഹ്യൂമൻ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ. അങ്ങനത്തെ ഡാറ്റാസ് അതായത് എന്തെങ്കിലും ഇത് പാസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസസിന് പറഞ്ഞ പേരാണ് IO ഡിവൈസ്. അത് നോർമലി എന്താവും, IO ഡിവൈസ് എപ്പോഴും എന്തായിരിക്കും, ഒരു ഹാർഡ്വെയർ ആയിരിക്കും. അതായത് നമുക്ക് കാണാം, ഇപ്പോൾ റാം ആണെങ്കിലും മൗസ് ആണെങ്കിലും കീബോർഡ് ആണെങ്കിലും നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് സർഫസിൽ കാണാൻ പറ്റും. അങ്ങനത്തെ അതിന് പറഞ്ഞ പേര് എന്താ, ഹാർഡ്വെയർ. അപ്പോൾ കാണാൻ പറ്റാതായിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാറ്റുള്ളൂ, അത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹാർഡ്വെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ത്, ഹാർഡ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ IO ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസ് യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ യൂസ് ബൈ ഹ്യൂമൻ ഓപ്പറേറ്റർ ഓർ അതർ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. അത് ഒന്നിലും മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ വേറൊരു സിസ്റ്റം, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൊബൈലും നമ്മൾ USB വഴി എന്തുണ്ട്, കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നുണ്ട്, അല്ല ഹാർഡ്വെയർ. അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്, IO devices ആണ്. As the name suggests, input-output devices are capable of sending data to a computer and receive data from a computer. അത് നെയിം പറയുന്ന പോലെ ഇൻപുട്ട് ഔട്ട്പുട്ട്, അതായത് കമ്പ്യൂട്ടറിലോട്ട് ഇൻപുട്ട് ഡാറ്റാസ് കൊടുക്കാനും അതുപോലെ കമ്പ്യൂട്ടറിൽ ഡാറ്റ സ്വീകരിക്കാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്, IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. അത് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആർ capable of sending data, അതായത് ഡാറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് ഹ്യൂമനിൽ നിന്ന് കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ പാസ് ചെയ്യുന്നത്. അതായത് ഔട്ട്പുട്ട് ചെയ്യാൻ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IO ഡിവൈസസ് യൂസ് ചെയ്യുന്നത്. An input-output device is a hardware device that has the ability to accept input and or output to or other processed data. അതായത് നമ്മൾ ചിലപ്പോൾ ഇൻപുട്ട് എടുക്കുന്നത്, നമ്മൾ ഒരു വർക്ക് ചെയ്യാന്ന് വെച്ചു, ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് എടുക്കുന്നത് നമുക്ക് ചിലപ്പോൾ അതേ സെയിം സാധനമായിട്ടാവണമെന്നില്ല എന്ത് ഔട്ട്പുട്ടായിട്ട് തിരിച്ചു തരും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ഫോട്ടോഷോപ്പിൽ നമ്മൾ വർക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ലൈക്ക് ഇപ്പോൾ നമ്മളെ വോയിസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് നോക്കുക, നമ്മൾ വോയിസ് എടുക്കുന്നുണ്ട് അല്ലേ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ സംസാരിക്കണം. അപ്പോൾ ആ വോയിസ് എടുക്കുന്നുണ്ട്, ആ വോയിസ് എടുത്തിട്ട് അത് പ്രോസസ്സ് ചെയ്തിട്ടാണ് മൊബൈലിലോട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മൊബൈലിൽ നിന്നും വരുന്ന, ഇപ്പോൾ മൊബൈലിൽ പാട്ട് വെക്കുകയാണെങ്കിൽ ഹെഡ്സെറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒരു IO ഡിവൈസ് എക്സാമ്പിളാണ് കേട്ടോ. അപ്പോൾ എന്താണ്, മൊബൈലിൽ നിന്നും വേവ്സാണ്, പാട്ടെപ്പോഴും എന്താണ് വേവ്സ് അല്ല, ആ വേവ് എന്നുള്ള ഫോർമാറ്റ് നമുക്ക് റീഡബിൾ ഫോർമാറ്റിലോട്ട് മാറ്റി തരുന്നുണ്ട്. അതേപോലെ തിരിച്ചും. അപ്പോൾ അതൊക്കെയാണ് എന്ത്, ഇൻപുട്ട് ഡിവൈസിൻ്റെ വർക്ക്. അത് പറഞ്ഞത് IO ഡിവൈസ് ഈസ് എ ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് ഹാസ് ദ എബിലിറ്റി ടു അക്സെപ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ അതർ പ്രോസസ്ഡ് ഡാറ്റ. ഒന്നില്ലെങ്കിൽ ഇൻപുട്ട് ചെയ്യാനല്ല ഔട്ട്പുട്ട് ചെയ്യാനല്ല വേറെ എന്തെങ്കിലും പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാം. ആ ഇതിലോട്ട് എന്തെങ്കിലും കൺവേർട്ട് ചെയ്യാൻ കാപ്പബിലിറ്റി ഉണ്ട്. അടുത്ത പറഞ്ഞാൽ ഇറ്റ് ഓൾസോ ക്യാൻ അക്വയർ റെസ്പെക്റ്റീവ് മീഡിയ ഡാറ്റ ആസ് ഇൻപുട്ട്, സെൻഡ് ടു എ കമ്പ്യൂട്ടർ ഓർ സെൻഡ് കമ്പ്യൂട്ടർ ആസ് സ്റ്റോറേജ് മീഡിയ ആസ് സ്റ്റോറേജ് ഔട്ട്പുട്ട്. അതായത് ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ അത് കമ്പ്യൂട്ടർ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അതെന്ത് ചെയ്യും, മെമ്മറിലോട്ട് അത് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ അപ്പോഴും എന്താണ്, ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് തന്നെ വർക്ക് ചെയ്യണം. കാരണം ഇൻപുട്ട് ഡാറ്റ കമ്പ്യൂട്ടർക്ക് എടുക്കുന്നുണ്ട്, അത് സ്റ്റോർ ചെയ്യുമ്പോൾ അത് വേറൊരു എക്സ്റ്റേണൽ
ഇതാണെന്ത് ഹാർഡ് ഡിസ്ക് എന്നുള്ള. അപ്പോൾ അതിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ലൈക്ക് ആ പ്രോസസ്സും ഏതിൽ വരും, IO ഡിവൈസിൽ വരും. അതായത് ഇൻപുട്ട് സ്വീകരിച്ചിട്ട് അത് സ്റ്റോർ ചെയ്യുന്നത് ഇപ്പോൾ റാം ആയാലും രജിസ്റ്റർ ആയാലും എന്തായാലും ഒക്കെ ഹാർഡ്വെയർ തന്നെയാണ്. ഇപ്പോൾ റാമിൽ ഇമേജ് ചെയ്യാൻ കാണിച്ചത് രജിസ്റ്റർ ചെറിയ ചിപ്പ് ലെവലാണ് ആയിരിക്കും. അതേപോലെ ലൈക്ക് ഹാർഡ് ഡിസ്ക് ആണെങ്കിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതല്ലേ. അപ്പോൾ അതും എന്താണ് IO ഡിവൈസസ് ആണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡാറ്റ സേവ് ചെയ്ത് വെക്കുന്നത് ഏത് ത്രൂ ആണ്, IO ഡിവൈസസ് ത്രൂ ആണ് നമ്മൾ സേവ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്നായിരിക്കും ഡാറ്റ കൊടുക്കുന്നുണ്ടാവും, പക്ഷേ ആ ഡാറ്റ കമ്പ്യൂട്ടർ എടുത്തിട്ട് അത് എന്ത് ഹാർഡ് ഡിസ്കിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഇൻപുട്ടായിട്ട് എടുത്തത് കീബോർഡിൽ നിന്നും ഔട്ട്പുട്ടായി കൊടുക്കുന്നത് ഹാർഡ് ഡിസ്കിലോട്ടും. അതാണ് പറഞ്ഞാൽ സ്റ്റോറേജ് യൂണിറ്റ് എന്താണ് IO ഡിവൈസസ് വഴിയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കൺട്രോളാണ് ആരടുത്തുള്ളത്, CPU-ൻ്റെ കയ്യിലുള്ളത്. എല്ലാ IO ഡിവൈസിൻ്റെയും കൺട്രോൾ മെയിൻറ്റെയിൻ ചെയ്യലായിരിക്കും CPU. അപ്പോൾ ഇതാണ് IO ഡിവൈസിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ് ഇൻപുട്ട് ഡിവൈസ്. അതിൻ്റെ നേരത്തെ IO ഡിവൈസസ് നമ്മൾ ചർച്ച ചെയ്തത്. IO ഡിവൈസിൻ്റെ ഒരു ഭാഗമാണ് എന്ത് ഇൻപുട്ട് ഡിവൈസ്, വേറൊരു ഭാഗമാണ് എന്ത് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്, an input device is a piece of hardware that is used to provide data to a computer used for interaction and control. അതായത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ പീസ് ഓഫ് ഹാർഡ്വെയർ യൂസ്ഡ് ടു പ്രൊവൈഡ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ യൂസ്ഡ് ഫോർ ഇൻറ്ററാക്ഷൻ ആൻഡ് കൺട്രോൾ. അത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിലോട് ഡാറ്റ കൊടുക്കാൻ അല്ലെങ്കിൽ ഡാറ്റ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസിനാണ് നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ. ഇറ്റ് അലൗസ് ഇൻപുട്ട് ഓഫ് റോ ഡാറ്റ ടു ദ കമ്പ്യൂട്ടർ ഫോർ പ്രോസസ്സിങ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുകയാണ് അല്ലേ. നമ്മൾ ഫോട്ടോഷോപ്പിൽ ഒരു ഇമേജ് വർക്ക് ചെയ്തിട്ട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി എന്താവും, JPG ഇമേജ് ആവും. അപ്പോൾ അതാണ് പറയുന്നത്, റോ ഡാറ്റ എടുത്തിട്ട്, അതായത് നമ്മൾ എന്താണ് ഇപ്പോൾ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു ഇമേജ് കൊടുത്ത് ഫോട്ടോഷോപ്പിൽ, അത് റോ ഡാറ്റ ആണ്, അതിലൊന്നും ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് ഫോട്ടോഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ വെച്ച് നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യുക, അത് വേറെ ഇമേജ് ആക്കിയിട്ട് സേവ് ചെയ്യുക. അപ്പോൾ അതാണ് പറഞ്ഞത്, റോ ഇൻപുട്ട് എടുത്തിട്ടാണെങ്കിലും എന്ത് ചെയ്യും, കമ്പ്യൂട്ടർ എന്ത് ചെയ്യും, അതിൻ്റെ വർക്ക് പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ആണ്. ആ ഹാർഡ്വെയർ എന്തിനു വേണ്ടി യൂസ് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ അല്ലെങ്കിൽ കൺട്രോൾ അത് കമ്പ്യൂട്ടറിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ലൈക്ക് ഇൻപുട്ട് ഡിവൈസ് യൂസ് ചെയ്യുന്നത്. അതായത് ഇൻ്ററാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കീബോർഡിൽ വാല്യൂ കൊടുക്കുന്നതാണ് ഇൻ്ററാക്ഷൻ. അപ്പോൾ കീബോർഡിൽ നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് എന്ത് ഇൻ്ററാക്ഷൻ. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൗസ് എന്താ പറഞ്ഞാൽ ഒരു കൺട്രോൾ ഇൻപുട്ട് ഡിവൈസാണ്. അല്ല, മൗസ് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, പോയിൻ്റർ അതിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ എന്താണ് ഒരു കൺട്രോൾ ഇൻപുട്ട് ഡിവൈസാണ്. ഇൻ്ററാക്ഷൻ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന് ഡാറ്റ അങ്ങോട്ട് ഡയറക്റ്റ് കൊടുക്കുന്നത്, കീബോർഡ്, സ്കാനർ, മൈക്ക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്ത് ഇൻ്ററാക്ഷനിൽ വരുന്നത്. അടുത്ത ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസ് ഇസ് എനി ഹാർഡ്വെയർ ഡിവൈസ് ദാറ്റ് സെൻഡ് ഡാറ്റ ടു എ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടു ഇൻറ്ററാക്ട് വിത്ത് കൺട്രോൾ. സെയിം പറഞ്ഞാലാണ് പറഞ്ഞത്, പല പല സൈറ്റിൽ നിന്ന് എടുത്തപ്പോഴാണ്. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം നേരത്തെ അതേ പറഞ്ഞതാണ്, കമ്പ്യൂട്ടറിലോട്ട് ഡാറ്റ പാസ് ചെയ്യണം. ഫസ്റ്റ് ഇൻപുട്ട് ഡിവൈസിന് ഫസ്റ്റത്തെ പ്രയോറിറ്റി കമ്പ്യൂട്ടർ, അതായത് മെഷീനിലോട്ട് അല്ലെങ്കിൽ CPU-യിലോട്ട് ഡാറ്റ പാസ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞാൽ കൺട്രോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മൗസ് കൺട്രോൾ, ടച്ച് പാഡ് കൺട്രോൾ, അതേപോലെ ജോയ്സ്റ്റിക്ക്, ഇതൊക്കെ കൺട്രോൾ ലിസ്റ്റ് വരുന്നത്. ഇൻ്ററാക്ട് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിനോട് ഇൻ്ററാക്ട് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ സ്കാനർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫോട്ടോ സ്കാൻ ചെയ്ത് അത് ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് വേറൊരു ഇമേജ് ആക്കിയിട്ട് ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതാണ് ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സ്കാനർ മെഷീനോട് ഇൻ്ററാക്ട് ചെയ്ത് മെഷീനിൽ ആ വർക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിനെന്ത് ഹാർഡ് ഡിസ്കിലോട്ട്, അതായത് ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് എന്തെങ്കിലും സേവ് ചെയ്ത് പോകും. അപ്പോൾ ഇതാണ് ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പറയുന്നത് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഫോർ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ആർ ഓൺ എ കമ്പ്യൂട്ടർ ആർ കീബോർഡ് ആൻഡ് മൗസ്. അതാണ് പോപ്പുലർ ആയിട്ട് അല്ലെങ്കിൽ കോമൺലി യൂസ് ചെയ്ത് വരുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡും മൗസാണ്. കാരണം എല്ലാ നിങ്ങൾ ലാപ്ടോപ്പിലാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും നോർമലി നമ്മൾ ഡാറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കീബോർഡും മൗസുമാണ്. നെക്സ്റ്റ് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് ഉള്ളത്. ഫസ്റ്റ് വൺ കീബോർഡ്, ഫെമിലിയർ ആയിരിക്കും നിങ്ങൾക്ക്. മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ട്രാക്ക് ബോർഡ്, സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്, മൈക്രോഫോൺ, മാഗ്നറ്റിക് ഇങ്ക് കാർഡ്, MICR, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, OCR. അത് നിങ്ങൾ PSC പോകുമ്പോൾ നമ്മൾ
കറുപ്പിക്കൂലേ, അതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. ബാർകോഡ് റീഡർ നിങ്ങൾ കടകളിലൊക്കെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകണം ഒരു ബാർകോഡ് മെഷീൻ. അത് വെച്ചിട്ട് ഇതാക്കി കഴിഞ്ഞാൽ ഡാറ്റാസ് ചെയ്യുമ്പോൾ തീർക്കും. അതും ഒരു ടൈപ്പ് ഓഫ് ഇൻപുട്ടാണ്. കാരണം അവിടുന്ന് കമ്പ്യൂട്ടർ ആ അതിൽ നിന്നുള്ള ഡാറ്റയാണ് ആ പാക്കറ്റിൽ ആ ബാർകോഡിലുള്ള ഡാറ്റ നമ്മളെന്തൊരു കമ്പ്യൂട്ടറോട്ട് എഴുതണം. പിന്നെ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഇതിലിപ്പോൾ എല്ലാ എക്സാമ്പിൾസും നിങ്ങൾക്ക് സിലബസിൽ ഇല്ല, ഒരു 4-5 ഉണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ് ചെറിയൊരു കപ്സ് ക്വാളിറ്റിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് സൗണ്ട് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എടുത്തിട്ട് ഉറപ്പിക്കുന്നില്ല എന്തായാലും. അപ്പോൾ എന്തായാലും നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കട്ടെ. താങ്ക് യു.